വിശ്വാസികൾക്കും ഞാൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ വന്ദനം പറയട്ടെ. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയിൽ കടന്നു വരാനും ഈ വർഷം ഇവിടുത്തെ ആനുവൽ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 102 സങ്കീർത്തനം അതിൻ്റെ 12ഉം 13ഉം വാക്യം വായിക്കാം. നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ അതിന് സമയം വന്നിരിക്കുന്നു. ബൈബിൾ ദ ടൈം ഹാസ് കം എന്ന സബ്ജക്റ്റിൽ ഞാൻ നിൽക്കുന്നു. യുവർ ടൈം ഹാസ് കം, നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. ബൈബിൾ വളരെ വ്യക്തമായി ഗോഡ്സ് divinely appointment movement for a specific event or a period. It's mentioned so many ways. ഒത്തിരി മാർഗത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോയിന്റഡ് ടൈം എന്നും വിളിക്കാം, ഫേവറബിൾ ടൈം എന്ന് വിളിക്കാം, ഇതിനെ സെറ്റ് ടൈം എന്ന് വിളിക്കാം, ഇതിനെ ടൈം ഓഫ് പ്രോമിസ് എന്ന് വിളിക്കാം, ഇതിനെ ടൈം ഓഫ് ഫുൾനെസ് എന്ന് വിളിക്കാം. ഒത്തിരി വാക്യങ്ങളുണ്ട്. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുമ്പോൾ ഫേവറബിൾ ടൈം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 102 സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യത്തിൽ കാണുന്നത് ഫേവറബിൾ ടൈം. There is an appointed time to God to wait and also to act. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കാത്തിരിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കാനും ഒരു സമയം ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രൈസ് ഗോഡ്. ഈ ടൈം എന്ന് പറയുമ്പോൾ സമയത്തിൻ മൂലഭാഷയിൽ 2 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ക്രോണോളജിക്കൽ ടൈം. ദ ക്രോണോളജിക്കൽ ടൈം, ക്രോണോസ് എന്നാ പറയുന്നത്. ക്രോണോസ് എന്ന് പറയുമ്പോൾ അറിയുന്ന ടൈം, നിങ്ങൾക്ക് അറിയാൻ ടൈം. ഇന്ന് 28-ാം തീയതി ജൂൺ മാസം 2025 സാറ്റർഡേ ആണ്. ഇപ്പോൾ ഏകദേശം 8:12 ആയിട്ടുണ്ട്. ദിസ് ടൈം യു നോ, അതിനെ ക്രോണോളജിക്കൽ ടൈം എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇനിയൊരു പദമുണ്ട്, കൈറോസ് എന്ന്. കൈറോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൂവ്മെന്റ്. കൈറോസ് മൂവ്മെന്റിൽ ആരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാതെ തന്നെ എ സൂപ്പർ നാച്ചുറൽ അൺയൂഷ്വൽ ആയിരിക്കുന്ന ഡോറുകൾ നിങ്ങളുടെ മുൻപിൽ ഓപ്പണായി വരും. നിങ്ങൾക്ക് മനസ്സിലായില്ല. കൈറോസ് മൂവ്മെന്റിൽ ഇഫ് യു മിസ് ദ കൈറോസ് മൂവ്മെന്റ് യു ഹാവ് ടു വെയിറ്റ് അഗെയിൻ. നിങ്ങൾ ആ മൂവ്മെന്റിൽ കയറിയ നിങ്ങൾക്കറിയാത്ത വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ, അൺയൂഷ്വൽ ആയിരിക്കുന്ന ഡോറുകൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു വരും. ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ അൺയൂഷ്വൽ ആയിരിക്കുന്ന ഡോറുകൾ തുറന്നു വരട്ടെ. അസാമാന്യമായ രീതിയിൽ, അസാധാരണമായ രീതിയിൽ ഹല്ലേലൂയ നിങ്ങളുടെ മുൻപിൽ വാതിലുകൾ, ഓപ്പർച്യൂണിറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരാൻ ഞാൻ പ്രവചിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ബർത്തിമാസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ വഴിമധ്യത്തിൽ ഭിക്ഷ യാചിക്കുന്ന ഒരു ഭിക്ഷക്കാരനാ. ആമേ. അവൻ പലപ്പോഴും ആ വഴിയിൽ ഇരുന്നിട്ടുണ്ട്. അവൻ കുരുടനാണ്, തിമായിയുടെ മകനായ ബർത്തിമായി. ആമേൻ. ഇവന് ആ വഴിയിൽ ആര് പോകുന്നു എന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷേ അവൻ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. യേശു ബദ്ധന്മാർ
ബന്ധിതന്മാരെ വിടുവിക്കുന്നു, കുരുട്ട് കണ്ണുകളെ തുറക്കുന്നു, മുടന്തരെ സൗഖ്യമാക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, മരിച്ച ശവങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. യേശുവിനെ പറ്റി ഇവന് അറിവുണ്ടായിരുന്നു. കാണാൻ കാഴ്ചയില്ലെങ്കിലും ഇവൻ്റെ മനസ്സിൻ്റെ അകത്ത് യേശുവിനെ കുറിച്ചുള്ള കേട്ടുകേൾവി ഇവൻ്റെ അകത്തുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യേശു ആ വഴിയിൽ കൂടി കടന്നു പോകുന്ന വാർത്ത ഇവന്റെ ചെവിയിൽ കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ചോദിച്ചു, സഹോദരന്മാരെ, ആരാ ഈ വഴിയിൽ പോകുന്നത്? കൂട്ടത്തിൽ ആരോ പറഞ്ഞു, എടോ തനിക്ക് എന്തിൻ്റെ സൂക്കേട്? ആരെങ്കിൽ പോട്ട്, തനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. താൻ ആരിവിടുത്തെ പിച്ചക്കാരനല്ലയോ? നീ യാചിക്കാനിരിക്കുന്നവനല്ലയോ? അവിടെ ഇരിക്കടോ എന്ന് പറഞ്ഞ് അവന്റെ വാ അടയ്ക്കാൻ ശ്രമിച്ചപ്പോ അവന് മനസ്സിലായി, ദിസ് ഈസ് മൈ അപ്പോയിന്റഡ് ടൈം. ഇന്ന് ഈ സമയം ഞാൻ വിട്ട ആയുഷ്കാലം മൊത്തം ഞാൻ ഭിക്ഷ യാചിച്ച് അവിടെ ഇരിക്കേണ്ടത് വരും. അവൻ വിട്ടില്ല. വീണ്ടും ചോദിച്ചു, ആരാ ഈ വഴിയിൽ പോകുന്നേ? ഒന്ന് പറയൂ. ആരാ ഈ വഴിയിൽ പോകുന്നു? ഒന്ന് പറയൂ. ഇവൻ അലയ്ക്കുന്ന കേട്ടിട്ട് ആരോ പറഞ്ഞു, എടോ അത് നസ്രയത്തിന്റെ യേശുവാ, നസ്രയത്തിന്റെ യേശുവാ. അപ്പോൾ അവന് മനസ്സിലായി, നാട്ടുകാർക്ക് അവൻ നസ്രയത്തിന്റെ യേശുവാ. കാരണം നസ്രയത്തിൽ നിന്ന് ഒരു നന്മ പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല, നസ്രയത്തിലിരുന്ന് ഒരു നന്മ വരികയില്ല. പക്ഷേ അവൻ നസ്രയത്തിന്റെ യേശുവല്ല. ഇവന് മനസ്സിലായി, ഇവൻ മശിയാണ്, ഇവൻ ദാവീദിന്റെ പുത്രനാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രവചിക്കട്ടെ, അവന്റെ അപ്പോയിന്റഡ് ടൈം അവൻ തിരിച്ചറിഞ്ഞു. He was not wasted the time. അവൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ. എടാ, പറഞ്ഞത് നസ്രയത്തിന്റെ യേശു എന്ന്, പറഞ്ഞു കൊടുത്തത് നസ്രയത്തിന്റെ യേശു എന്ന്. പക്ഷെ അവൻ വിളിച്ചത്, ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ, എന്നോട് മനസ്സലിയണമേ. ഇന്ന് രാത്രി ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ വിളിച്ചു പറ, ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ. I don't want to miss this appointed time. I don't want to miss this favorable time. എൻ്റെ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ കാണിക്കുന്ന ഈ സമയം എനിക്ക് മിസ് ചെയ്യാൻ പറ്റുകയില്ല. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തു, കഴിഞ്ഞ കാലങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു, കഴിഞ്ഞ കാലങ്ങൾ ഞാൻ കണ്ണുനീരൊഴുക്കി, ഞാൻ ദൈവസന്നിധാനത്തിൽ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ എൻ്റെ സമയം അടുത്തായി എന്ന് ഇന്ന് രാത്രി ദൈവ ദൂതായിട്ട് അറിയിക്കുമ്പോൾ ഞാൻ അത് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കൾ മാത്രം ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ അപ്പോയിന്റഡ് ടൈം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആരാധിച്ച് അപ്പോയിന്റഡ് ടൈമിലോട്ട് കയറുക, ആ ഫേവറബിൾ ടൈമിലോട്ട് കയറുക. ഹല്ലേലൂയ, കൈറോസ് മൂവ്മെന്റിലേക്ക് കയറുക. ആ ഫേവറബിൾ ടൈമിലോട്ട് ദൈവത്തിന് അറിയാം. ഇവന് വേണ്ടിയാണ് ആ വഴിയിൽ വന്നത്, ഇവനെ തേടിയാണ് ആ വഴിയിൽ യേശു വന്നത്. യേശു ബൈ മിസ്റ്റേക്ക് അല്ല അവിടെ വഴിയിൽ വന്നത്. പല വഴികൾ ഉണ്ടായിട്ടും ആ വഴി തിരഞ്ഞെടുക്കാൻ കാരണം, പല ദൂത് കേട്ടിട്ടുണ്ടെങ്കിലും ഈ ദൂത് ഇവിടെ നിങ്ങളോട് പറയാൻ ദൈവാത്മാവ് എന്നോട് നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കോ വിടുതലിന്റെ സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കയറ്റി പറഞ്ഞോട്ടെ. ബെഥസ്ദ കൊളക്കടലിൽ കിടക്കുന്ന 38 വർഷം കൊണ്ട് കിടക്കുന്ന ആ തളർവാദം പിടിച്ച രോഗി, അവൻ വെയിറ്റ് ചെയ്യുക. ദൂതന്മാർ ഇറങ്ങുന്നു, കുളം കലക്കുന്നു. ആദ്യം ചാടുന്നവർ രക്ഷ പ്രാപിച്ച് സൗഖ്യമായി പോകുന്നു. ഇവൻ 38 വർഷം കൊണ്ട് അവിടെ ഇരിക്കുക. പക്ഷേ ഇവൻ്റെ വിടുതൽ നടന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുകയെ യേശു അവിടെ കടന്നു വന്നു. അവനോട് ചോദിച്ച ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. ഇന്ന് രാത്രി എനിക്കതാ ചോദിക്കാനുള്ളത്. വിടുതൽ പ്രാപിക്കാൻ മനസ്സുണ്ടോ?
വിടുവിക്കാൻ കർത്താവുണ്ട്. നിങ്ങൾക്ക് പിടികിട്ടിയില്ല അല്ലയോ? വിടുതൽ പ്രാപിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നീ ആ ഗ്രാറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡോടെ ഇരുന്ന് വിടുവിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ട്. 38 വർഷം കൊണ്ട് he was waiting for his deliverance. അവന്റെ വിടുതലിന് വേണ്ടി അവൻ കാത്തിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, താൻ 38 വർഷം കൊണ്ട് ഇന്നലെ മഞ്ഞാന്ന് വന്നവരെല്ലാ സൗഖ്യം പ്രാപിച്ചു പോകുമ്പോ നീ എന്താ അവിടെ കിടന്ന് കണ്ടോണ്ടിരിക്കുന്നേ? ഇവനൊരു മനസ്സില്ല. ഇവന്റെ മനസ്സ് മൊത്തം ആരെങ്കിൽ വന്ന് എന്നെ പൊക്കി എടുത്തു കൊണ്ടുപോകണം. ഇന്നത്തെ വിശ്വാസികൾക്ക് അതാ പറ്റിയ കുഴപ്പം. ആരെങ്കിൽ വന്ന് പൊക്കണം, ആരെങ്കിൽ വിളിക്കണം, ആരെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടുവരണം. സ്വത്രം പറയാത്തപ്പോൾ എനിക്കൊരു സംശയം, നിങ്ങൾ അങ്ങനെയാണോ? അല്ലല്ലോ, പൊക്കി എടുത്ത് കൊണ്ടുവരണം. ഞാൻ ചോദിക്കട്ടെ, ഇവൻ സമയം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്ന് നിരങ്ങിയെങ്കിൽ കുളത്തിൻ്റെ അടുത്ത് വരാമായിരുന്നു. സ്വത്രം ഓരോരോ ഇഞ്ചിഞ്ചായിട്ട് നിരങ്ങിയാലും ഇവനൊരു 10 ദിവസത്തിൽ അവിടെ എത്തിയനെ. സ്വത്രം 38 വർഷം ഇവൻ വേസ്റ്റ് ചെയ്തു. ഹി വാസ് വെയിറ്റിംഗ്. ദൂതൻ വരുമ്പോൾ ആ മറ്റുള്ളവർ വിടുതൽ പ്രാപിച്ചു പോകുമ്പോൾ ഇങ്ങനെ കണ്ണും വിളിച്ച് നോക്കിയിരിക്കുക. പക്ഷെ ഇവൻ്റെ വിടുതൽ കിട്ടുന്നില്ല. ഇവൻ ഇപ്പോഴും പാരലൈസായി അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു വന്ന് വിളിച്ച് ചോദിക്കുന്നേ, എടോ നിനക്ക് മനസ്സുണ്ടോ? ഇത്രയും അവസരം കൊടുത്തു, ഇത്രയും ചാൻസ് കൊടുത്തു, ഇന്നും പണ്ടത്തെ പോലെ ഇരിക്കാനല്ല, ഒരു ചേഞ്ച് വേണമെന്ന് മനസ്സുള്ളവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഓ come on somebody, hallelujah, എനിക്കൊരു വ്യത്യാസം വേണം. എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വേണം. എൻ്റെ ആരാധനയിൽ ഒരു വ്യത്യാസം വേണം. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വ്യത്യാസം വേണം. എൻ്റെ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം വേണം. ഹല്ലേലൂയ എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവർ മാത്രം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. Sometimes we are so adamant. നമ്മൾ മറയിച്ചിരിക്കുക. ഓ കിട്ടിയ സ്വോത്രം, കിട്ടിയില്ലെങ്കിൽ സ്വോത്രം, ഏതായാലും ഇത്രത്തോളം കഴിഞ്ഞു, ഇനി പ്രാപിച്ചിട്ട് എന്തെടുക്കാനാ എന്നുള്ള ചിന്താഗതി ഇന്ന് പകൽക്കാലം മാറ്റിയെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവൻ പറയാനുള്ളത്, യേശു ചോദിച്ച ചോദ്യമല്ല ഇവന് മറുപടി പറയുന്നത്. ഇവൻ പറയുന്നു, കർത്താവേ അങ്ങേക്കറിയാമോ ഞാൻ എത്ര കൊല്ലം കൊണ്ട് ഇവിടെ ഇരിക്കുന്നു, ഇന്നലെ മഞ്ഞാന്ന് വന്നവനല്ല, സൗഖ്യം പ്രാപിച്ചു പോകുന്നു. സ്തോത്ര, എന്നെ ആരും ആ സമയത്ത് പൊക്കി എടുത്തോണ്ട് പോകാനില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഇരിക്കുക. യേശു ചോദിച്ചത് അല്ലല്ലോ, നിന്നെ പൊക്കാൻ ആരെങ്കിലും വന്നോ, നിന്നെ ആരെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തോ, ഇതൊന്നും അല്ല ചോദിക്കാൻ വന്നേ. യേശു സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. Where there is a will, there is a way. നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിന്, നിന്റെ രോഗത്തിൽ നിന്ന് പുറത്തു വരാ, നിന്റെ കടഭാരത്തിൽ നിന്ന് പുറത്തു വരാ, നിന്റെ ഞെരുക്കത്തിൽ നിന്ന് പുറത്തു വരാ, ഹല്ലേലൂയ, നിന്റെ അസമാധാനത്തിൽ നിന്ന് പുറത്തു വരാ, നിന്റെ പ്രാരബ്ധത്തിൽ നിന്ന് പുറത്തു വരാം. ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് പറ, യേശുവിന്റെ നാമത്തിൽ I'm coming out. You have to break the shell. There is an appointed time to God to wait and also to act. There is appointed time. A kairos മൂമെന്റിലേക്ക് നിങ്ങൾ കയറുമ്പോൾ പല വിടുതലുകൾ നടക്കും. Let me give some reference and I'll go forward. വേഗത്തിൽ പോകട്ടെ. 102 സങ്കീർത്തനം 13 വാക്യം ഫേവറബിൾ ടൈമാ. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 13 മുതൽ 14 വരെ ഉള്ള വചനം അപ്പോയിന്റഡ് ടൈമാ. ഉൽപ്പത്തി പുസ്തകം 21 മുതൽ 2 that called set time. 102 സങ്കീർത്തനത്തിന്റെ 13 വാക്യത്തിൽ തന്നെ ദ പ്രോമിസ് ടൈം, അത് ദൈവം വാഗ്ദത്തം ചെയ്ത ടൈമാ.
119 സങ്കീർത്തനം 126 വാക്യം. ആക്ഷൻ ടൈം ഹാസ് കം. ദൈവം പ്രവർത്തിക്കേണ്ട സമയം വന്നിരിക്കുന്നു. സങ്കീർത്തനം 75:2 പറയുന്നു, പ്രോപ്പർ ടൈം ചോസൺ ബൈ ഗാഡ്. ദൈവം തക്ക സമയം വന്നിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:4 പറയുന്നു, ദ ഫുൾനെസ് ഓഫ് ടൈം. ഇങ്ങനെ സമയത്തിൽ ദൈവവചനത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നു, എല്ലാത്തിനും ഒരു സമയമുണ്ട്. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ സകലത്തിനും ഒരു സമയം ഉണ്ട്. 11-ാം വാക്യം 17-ാം വാക്യം പറയുന്നു, there is an appointed time for that God will do beautifully and timingly. ദൈവം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ മനോഹരമായിട്ട് അവൻ്റെ സമയത്ത്, എൻ്റെ സമയത്തിലോ നിങ്ങളുടെ സമയത്തിനോ അല്ല, അവൻ്റെ സമയത്തിൽ എല്ലാ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് പറയുന്നു, എൻ്റെ സമയം വന്നിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുടെ സമയം വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദ കൈരോസ് മൂമെന്റിലേക്ക് നിങ്ങളെ ദൈവം ഉന്തി തള്ളി കേട്ടും. ചില സമയത്ത് നീ അറിയുകയില്ല, അൺഎക്സ്പെക്റ്റഡ്ലി, ക്വിക്ലി, സഡൻലി, വിത്തൗട്ട് പ്രീവിയസ് നോട്ടീസ്, God can bring you in the Kairos moment. ദൈവം നിന്നെ ആ കൈരോസ് മൂമെന്റിലേക്ക് പ്രവേശിപ്പിക്കും. അവിടെയാണ് നിനക്ക് പോലും അതിശയം തോന്നുന്ന രീതിയിൽ വിടുതൽ നടക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, യേശുവിൻ്റെ നാമത്തിൽ ഞാനത് സ്വീകരിക്കുന്നു. ദ റൈറ്റ് സീസൺ ഇൻ ദ റൈറ്റ് ടൈം ദൈവം ഒരുക്കും എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് നമ്മളെത്ര പ്രാർത്ഥിച്ചാലും മറുപടി ഇല്ലാത്ത വിഷയങ്ങളുണ്ട്. ദൈവം മൗനമായിരിക്കുന്ന സമയമുണ്ട്. നിങ്ങൾ സഭാപ്രസംഗി വായിക്കുമ്പോൾ അവിടെ കാണാം, 3-ാം അധ്യായം മൊത്തം പറയുന്നത്, കരയാൻ ഒരു സമയമുണ്ടെങ്കിൽ ചിരിക്കാൻ ഒരു സമയമുണ്ട്, വിതയ്ക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ കൊയ്തെടുക്കാൻ ഒരു സമയമുണ്ട്, മരണത്തിനൊരു സമയമുണ്ടെങ്കിൽ ജീവനൊരു സമയമുണ്ട്, നഷ്ടത്തിനൊരു സമയമുണ്ടെങ്കിൽ ലാഭത്തിനൊരു സമയമുണ്ട്. ഇങ്ങനെ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മേളിൽ എല്ലാത്തിനും ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ചില സമയത്തിൽ നമുക്ക് തന്നെ തോന്നുന്നു, കർത്താവേ ഇതെന്താ കർത്താവേ, ഞാൻ ഇത്രയും ഉപസിക്കുന്നു, ഇത്രയും പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലല്ലോ. അതെ, ദുഷ്ടനെ നോക്കുമ്പോ അവൻ പ്രാർത്ഥിക്കുന്നില്ല, ആരാധനയ്ക്ക് വരുത്തില്ല, അവനൊരു കുഴപ്പമില്ല. ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമുക്ക് എല്ലാ ദിവസവും പോരാട്ടമാ. പ്രാർത്ഥിക്കുന്ന നമുക്കാ പ്രശ്നം, ഉപസിക്കുന്ന നമുക്കാ പ്രശ്നം. എൻ്റെ ചിന്ത, യെരമ്യാവിനോട് ദൈവം ഒരിക്കൽ യെരമ്യാവിന് മറുപടി, അവൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്ന അധ്യായമാണ് യെരമ്യാവിൻ്റെ 12-ാം അധ്യായം. അവൻ പല ചോദ്യം ചോദിച്ചു. 12-ാം അധ്യായത്തിൽ അവൻ ചോദിക്കുന്ന ചോദ്യം, കർത്താവേ, ദുഷ്ടന്മാർ അവരെ നീ നെട്ടിരിക്കുന്നു, അവർ ഫലം കായ്ക്കുന്നു. സ്തോത്രം, നീയോ എന്നെ അറിയുന്നു. സ്തോത്രം, എന്നെ അറിയുന്നു. അവർ നല്ല കൊഴുത്ത് വരുന്നു. ഞാനാണെങ്കിൽ സ്തോത്രം പ്രാർത്ഥിച്ച് ഉപസിച്ച് ദൂതും പറഞ്ഞ് എല്ലാ ദിവസവും താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, യെരമ്യാവ് ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ്. കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇവൻ ബാലകനായിരുന്നപ്പം ദൈവം പറഞ്ഞു, ഞാൻ ജാതികൾക്ക് നിന്നെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവൻ അന്നേ പറഞ്ഞു, ഞാൻ ബാലകനാണ്, എനിക്കിത് പറ്റത്തില്ല, എന്നെ വിട എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വാക്കുകളെ അവൻ്റെ വായിൽ വെച്ചത് ദൈവമാണ്. അവൻ രാത്രി കാലങ്ങളിൽ ദൈവസന്നിധാനത്തിൽ കടന്ന് കരയുന്നു, പ്രാർത്ഥിക്കുന്നു.
നൽകുന്നു. ദൂത് പ്രാപിച്ച് യഹൂദ ജനത്തോടെ വന്ന് അവൻ ദൂത് പറയുന്നു. ഒറ്റ എണ്ണ അനുസരിക്കത്തില്ല. 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 40 കൊല്ലം പ്രവചിച്ചിട്ടും അവരവനെ കൈക്കൊണ്ടില്ല. അവന്റെ പ്രവചനം വിശ്വസിച്ചില്ല. അവൻ കഠിനപ്പെട്ടു. എന്താ കാരണം? അവർ 2 തെറ്റാ ചെയ്തത്. ഒന്ന്, ജീവന്റെ ഉറവിടമായ ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ അവർ കുഴിച്ചു. ദൈവത്തെ വിട്ടു. സ്വന്തം കഴിവിലും സ്വന്തം മിടുക്കിലും സ്വന്തം ബലത്തിലും പണത്തിലും പ്രതാപത്തിൽ അവർ ആശ്രയിച്ചു. മറുസൈഡ്, അന്നത്തെ പ്രവാചകന്മാർ, അന്നത്തെ പുരോഹിതന്മാർ. എന്താ പ്രവാചകന്മാരും പുരോഹിതന്മാരെന്ന് പറഞ്ഞ? ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്നവർ. ദൈവികമായ ദർശനം, ദൈവികമായ വെളിപ്പാടും ദൈവ ശബ്ദം കേട്ടിട്ട് മനുഷ്യർക്ക് തങ്ങളുടെ ഭാഷാ ശൈലിയിൽ മനുഷ്യരുടെ മധ്യത്തിൽ വിളിച്ചു പറയുന്നവനാണ് ദൈവത്തിൻ്റെ മൗത്ത് പീസാണ് പ്രവാചകൻ. പുരോഹിതൻ ദൈവത്തിന് മനുഷ്യർക്ക് ഇടയിൽ നിന്ന് അവരുടെ പാപത്തിന് വേണ്ടി യാഗം അർപ്പിക്കുന്നവനാണ്. പക്ഷേ യെരമ്യാ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 31-ാം വാക്യം പറയുന്നു, പ്രവാചകന്മാർ പോഷ്ക്ക് പ്രവചിക്കുന്നു, പുരോഹിതന്മാർ അവരോട് കൈകോർത്ത് നിൽക്കുന്നു. 3-ാമത്തെ പടി, എൻ്റെ ജനത്തിനോ അത് ഇഷ്ടപ്പെടുന്നു. എങ്കിൽ ഒടുക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? The day of judgment. നിങ്ങളൊടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഇവന്റെ അകത്ത് ദൈവം ഏൽപ്പിച്ചതാണ് ശുശ്രൂഷ, ദൈവം ഏൽപ്പിച്ചതാണ് ദൂത്. ഈ പ്രവാചകൻ വിളിച്ചു പറഞ്ഞിട്ട് ഒറ്റ എണ്ണം മൈൻഡ് ചെയ്യുന്നില്ല. ഞാനാണെങ്കിൽ അന്ന് പൊടി തട്ടി സ്ഥലം വിട്ടേനെ. ഇവന്റെ പേഷ്യൻസ് ആണ്. ഇവന്റെ തല മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞ് കണ്ണുനീരിൽ എല്ലാ രാത്രിയും പ്രാർത്ഥിക്കുന്നു. രാവിലെ വന്ന് പ്രവചിച്ച കൈക്കൊള്ളുന്നവരില്ല. കാരണം എല്ലാ പോസ്റ്റ് പ്രവചിക്കുന്നവന്മാരുടെ പുറയിൽ പോയിരിക്കുക. സ്വോത്ര ഞാനും നീയും നിൽക്കുന്ന കാലഘട്ടത്തിൽ ഹല്ലേലൂയ തിരിച്ചറിയട്ടെ. ദൈവം തെരഞ്ഞെടുത്തവരെ ചിലപ്പം കൈക്കൊള്ളുകയില്ല. ദൈവം അഭിഷേകം ചെയ്തവരെ ചിലപ്പം കൈക്കൊള്ളുകയില്ല. ഹല്ലേലൂയ. പക്ഷെ അങ്ങനെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ അവൻ വിട്ടുവെച്ച് പോയില്ല. അവൻ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എനിക്ക് 12-ാം അധ്യായത്തിലെ യെരമ്യാവ് ചോദിക്കുന്ന ആ ചോദ്യം വളരെ രസകരമായിട്ട് തോന്നി. ദൈവമേ, അങ്ങയോട് ഞാൻ വാദിക്കുന്നില്ല. വാദിച്ച അങ്ങ് നീതിമാനാണ്, അനീതിക്ക് കൂട്ടു നിൽക്കാത്തവനാണ്. ഞാൻ അങ്ങയോട് വാദിക്കുന്നില്ല. എങ്കിലും എൻ്റെ അകത്തിരിക്കുന്ന ചില സങ്കടങ്ങൾ ഞാൻ അങ്ങയോട് ബോധിപ്പിക്കട്ടെ. ചിലപ്പോൾ അങ്ങനെയാ കർത്താവേ. അങ്ങയോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല, പിണക്കമില്ല കർത്താവേ. എങ്കിലും എൻ്റെ സങ്കടം ആരോടാ പറയണ്ടേ? ഞാൻ ഒന്ന് പറയട്ടെ. അവൻ സങ്കടം മൊത്തം പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സങ്കടം കേട്ടിട്ട് ഇമോഷണലായി കർത്താവ്, എടാ യെരമ്യാവേ, ഞാൻ അങ്ങ് ഒത്തിരി ഡിലേ ആയിക്കഴിഞ്ഞു, എന്നോടൊന്ന് ക്ഷമിക്ക്, ഇതിനെന്തെങ്കിലും പരിഹാരം വരുത്താം എന്ന് ആശ്വാസത്തിൻ്റെ വാക്ക് പറയുമെന്ന് ഓർത്തിരുന്ന യെരമ്യാവിനോട് ദൈവം പറയുന്നു, നീ കാലാളുകളോടുകൂടി ക്ഷീണിച്ച കുതിരപ്പടയോട് എങ്ങനെ മത്സരിച്ച് ജയിക്കും? സമാധാനമുള്ള പട്ടണത്തിൽ നീ നിർഭയമായി വസിക്കുമ്പോ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ, എടോ താൻ ഇപ്പൊ കാണുന്ന ഒന്നുമല്ല, വരാൻ പോണ ഇതിലും വലുതാണ്. ഇപ്പൊ ഇങ്ങനെ പെറുപെറുത്ത് ചോദ്യങ്ങൾ ചോദിക്കാതെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് there is a waiting period.
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഐ എം ഓൾ ദ വേ ഫ്രം ഇന്ത്യ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡിനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു പോകാനല്ല. യുവർ ടൈം ഹാസ് കം. നിങ്ങളുടെ സമയം വന്നു. യുവർ വെയിറ്റിംഗ് പീരീഡ് ഈസ് ഓവർ നൗ. നിങ്ങളുടെ കാത്തിരിപ്പിന്റെ സമയം തീർന്നു എന്ന് ഡിക്ലെയർ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വാതുറന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എൻ്റെ ദൈവം മറവിയുടെ ദൈവമല്ല. എൻ്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞ മാറാത്തവനാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ആ ദൈവമാണ് വിളിച്ചു പറയുന്നത്. യുവർ ടൈം ഹാസ് കം. നിന്റെ സമയം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, 119 സങ്കീർത്തനം 126 പറയുന്നത്, യഹോവേ അങ്ങ് പ്രവർത്തിക്കേണ്ട സമയം വന്നിരിക്കുന്നു. ദൈവം പ്രവർത്തിക്കേണ്ട സമയമാകുമ്പോൾ നിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. സ്വത്രം പറയുന്നില്ലല്ലോ. ദൈവത്തിൻ്റെ സമയം, നീ കാത്തിരിക്കുന്ന സമയം രണ്ടും ഒരുമിച്ച് വരുന്നതാണ്. ഫേവറബിൾ ടൈം. സിമിയോൻ വർഷങ്ങൾ കാത്തിരുന്നു മശിയാവെ കാണാൻ വേണ്ടി. അവൻ കാത്തിരുന്നു, ആലയത്തിൽ കാത്തിരുന്നു. യേശു കുഞ്ഞിനെ കാണാൻ കാത്തിരുന്നു. പ്രവാചകന്മാർ പ്രവചിച്ചു, കന്യക ഗർഭം ധരിക്കുന്നു, ഒരു ശിശു ജനിക്കുന്നു, അവന്റെ പേര് ഇമ്മാനുവേൽ. അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്. സ്വത്രം. മീക പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ബെത്ലഹേമേ, ആ രക്ഷിതാവ് ജനിക്കുന്ന കൊച്ചു ഗ്രാമം, അത് നിന്റെ ഗ്രാമമാ. പ്രവചിച്ച പ്രവാചകന്മാർ മരിച്ചു, പക്ഷെ പ്രവചനം മരിച്ചു പോയിട്ടില്ല. പ്രവചനം പറഞ്ഞ ദൈവം മരിച്ചു പോയിട്ടില്ല. മശിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സിമിയോൻ, അവൻ കാത്തിരുന്നു. ഹി വാസ് വെയിറ്റിംഗ്. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ഒരു ദിവസം അവൻ ആലയത്തിൽ പോകാൻ അവന് പ്രേരണ ലഭിച്ചു. അവനൊരു നിയോഗം ലഭിച്ചു ആലയത്തിൽ പോകാൻ. എന്താ അവൻ എന്നുമില്ലാത്ത ഒരു നിയോഗം അന്നുണ്ടായി. അന്ന് മറുസൈഡിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്, യോസേപ്പും മറിയും കുഞ്ഞിനെയും പിടിച്ച് സ്വത്രം ആലയത്തിൽ പ്രവേശിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇവർ ഒരുമിച്ച് കണക്ട് ആകുന്നത്. ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് അവൻ പറയുന്നു, താങ്ക് യു, ഇതിനു വേണ്ടിയല്ലേ ഞാൻ കാത്തിരുന്നേ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ കാലങ്ങൾ നീ കാത്തിരുന്ന വിഷയത്തിന്മേൽ വിടുതൽ നിന്റെ കയ്യിൽ ദൈവം എത്തിക്കേണ്ട സമയത്തിലേക്ക് നീ വന്നിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കൈറോസ് മൂമെന്റ്. ദൈവം ചിലപ്പോൾ നിന്നെ മറച്ചു വെച്ചിരിക്കുന്നു. നിനക്ക് ശുശ്രൂഷ ഉണ്ട്, നിനക്ക് അഭിഷേകമുണ്ട്, ദൈവമാണ് തെരഞ്ഞെടുത്തത്. പക്ഷേ അങ്ങനെ ഒരു അവസരം കാണുന്നില്ല. പക്ഷെ ദൈവം നിന്നെ മാറ്റിയിരുത്തി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഏലിയാവേ, നീ ഒരുവന് മാത്രമല്ല, ദൈവത്തിന്റെ സത്യപ്രവാചകന്മാരെ കൊന്നൊതുക്കുന്ന കാലഘട്ടത്ത് ഏലിയാവ് പറഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം യഹോവയുടെ പ്രവാചകൻ ശേഷിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു? ഹല്ലേലൂയ. നിനക്കറിയാതെ തന്നെ ഒരു 750 മാറ്റിയിരുത്തിയിരിക്കുക. അവരെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു വാക്യം വായിച്ചു, യെശയ്യാ പ്രവചനം 49:2. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. അവൻ തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. മിനുക്കിയ അമ്പിനെ മാത്രമേ
പോണിയിൽ കയറ്റത്തുള്ളൂ. എല്ലാ അമ്പ വാരി പോണിയിൽ വെക്കത്തില്ല. പോണിയിൽ വെക്കാൻ കൊള്ളാമെന്ന് തോന്നുന്ന, ഹല്ലേലൂയ, യുദ്ധം വരുമ്പോ ശത്രുവിന്റെ നെഞ്ചത്ത് ഹല്ലേലൂയ സ്തോത്രം കൊണ്ട് കയറാൻ കഴിവുള്ള അമ്പുകളെ മാത്രമേ പോണിയിൽ കയറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇതിന്റെ ഈ പോണിയിൽ കയറുന്നതിന് മുൻപേ ഈ അമ്പിനെ നല്ല തേച്ച് മിനുക്കും. സ്വോത്രം സ്വോത്രം സ്വോത്രം. അതിനെ സ്ട്രൈറ്റൻ ആക്കും, തട്ടും മുട്ടും ശരിക്കിട്ട് തട്ടി നിരപ്പാക്കി അടിച്ച് പരുവമാക്കി സ്വോത്രം ഒരച്ച് ഒരച്ച് അല്ലല്ലേ ഷാർപ്പൻ ചെയ്ത് സ്വോത്രം ഇടയ്ക്കിടയ്ക്ക് അവൻ നോക്കും. എവിടെങ്കിൽ വളവ് എന്തെങ്കിലും ഉണ്ടോ, ഇനി ക്രമീകരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ. ചിലപ്പം ദൈവം നിന്നെ കടത്തി വിടുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, അത് നിന്നെ നശിപ്പിക്കാനല്ല, തമ്പുരാന്റെ പോണിയിൽ കേറ്റാനാണ്. ഓ, നിങ്ങൾക്ക് പിടികിട്ടില്ല, തമ്പുരാന്റെ അജണ്ടയിൽ കേറ്റാനാണ്. കൈറോസ് ടൈം, എ മൂമെന്റ് ഇൻ ടൈം in which something special happens. God suddenly come and change your life and go. That is called Kairos moment. പെട്ടെന്ന് ദൈവം ഇറങ്ങും. ആ മൂമെന്റാ. പിന്നെ ഭർത്തിമ അവിടെ നിന്ന് പിച്ച യാചിക്കാൻ ഇടവരുത്തിയില്ല. പിന്നെ ആ ബെഥസ്ദ കൊളക്കരയിൽ തളർവാദം പിടിച്ചവൻ പിന്നെ അവിടെ കിടക്കേണ്ടത് വന്നില്ല. ഇന്ന് അതേ ദൂത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രി ഈ അപ്പോയിന്റഡ് ടൈമിലേക്ക്, ആ കൈറോസ് മൂമെന്റിലേക്ക് നിങ്ങൾ കയറുമ്പോൾ, നിങ്ങൾ ദുഃഖിച്ച, നിങ്ങൾ പ്രശ്നത്തിൽ കൂടി കടന്നുപോയ ആ വിഷയത്തിന്മേൽ ഇനി ദുഃഖിക്കയില്ല. Come on, somebody shout hallelujah and receive by faith. Come on, put your hands together. രണ്ട് കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. Put your hands together and praise him. He is worthy to be praised. He is worthy to be worshipped. Oh, Rabba Shakala Bashandaradana Ramdala Gadagada Durabana Gadagada. Hallelujah, hallelujah. നീ കൈറോസ് മൂമെന്റിലേക്ക് കയറുമ്പോ നീ അറിയാതെ തന്നെ supernatural favor നിന്നെ ഫോളോ ചെയ്യും. You will see the supernatural favor. Amen. Your destiny, your calendar, God will change. തിരിച്ചറിയണം. പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടുന്നില്ല. ഐ തിങ്ക് ഇൻ ബുക്ക് ഓഫ് ഐഷിയ ചാപ്റ്റർ 64 verse 24 എന്ന് തോന്നുന്നു. 64:24 ഒന്ന് വായിച്ചേ. 64 യെശയ്യാ പ്രവചന പുസ്തകം 64:24. 63:24 65:24 നോക്കിയേ. 65. അതെ. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരം അരുളും. Before your prayer, answer will be standing on your door. നീ വിളിക്കുന്നതിന് മുൻപേ ദൈവം ആൻസർ ആയിട്ട് നിൽക്കുന്നു. ഓ, come on somebody. അതിനെ വിളിക്കുന്ന പേരാണ് പത്രോസ്. അവന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു ദർശനം കാണുന്നു. സ്തോത്രം. ആമേ. അവൻ കണ്ട ദർശനം, അവൻ ആമേൻ പറഞ്ഞ് കണ്ണു തുറക്കുന്ന മുൻപേ വാതിൽ മുട്ടുന്നു. സ്തോത്രം പറഞ്ഞില്ല. അതിനെ വിളിക്കുന്ന പേരാണ് സെറ്റ് ടൈം. നിന്റെ സമയം വന്നിരിക്കുന്നു. പലപ്പോഴും മൃഗങ്ങളും പക്ഷികളും
ദൈവത്തിന്റെ സമയം തിരിച്ചറിയുന്നു, നമ്മൾ തിരിച്ചറിയുന്നില്ല. യെരമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ആകാശത്തിന്റെ പെരിഞ്ഞാറ് തന്റെ കാലം അറിയുന്നു. കുറിപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. മടങ്ങി വരേണ്ട സമയം അനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. അതാണ് കുഴപ്പം. ഞാൻ ദൂത വിളിച്ചു പറയുന്നത്, ദൈവം പല അവസരം കൊടുത്തിട്ടും അവകാശം കൊടുത്തിട്ടും നിങ്ങൾ മനസ്സ് മാറ്റുന്നില്ല. എന്റെ ചോദ്യത്തിന് മറുപടി നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഒരു ഉണർവിനാണോ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയെങ്കിലും ഉപജീവനം നടത്തി പോകാനാണോ പ്രാർത്ഥിക്കുന്നത്? ഒരു ഉണർവിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ദൈവശബ്ദത്തിന് മുൻപിൽ ഉണർവിന് വേണ്ടി നീ കൊതിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ അകത്ത് കത്തുന്ന തീ അണയ്ക്കാൻ ഒരു പിശാചിന് അവസരം കൊടുക്കരുത്. ഒരു റിവൈവൽ ഉണ്ടായ, let me ask you a genuine question. Why the church planted here? ഒരു സഭ ദൈവം സ്ഥാപിക്കുന്നതിന്റെ ഉദ്ദേശം എന്നാ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ആരാധിക്കാൻ, വന്നേച്ച് പോവുക, അതിനാണോ? നോ. സഭ ഒരു പട്ടണത്തിൽ ദൈവം സ്ഥാപിക്കുകയാണെങ്കിൽ പട്ടണത്തിന്റെ ട്രാൻസ്ഫർമേഷന് വേണ്ടിയാണ്. ഹല്ലേലൂയ. കം ഓൺ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര പേരാ ഈ ലോകത്തിൽ നാശനത്തിലേക്ക് കടന്നു പോകുന്ന, നരകത്തിൽ കടന്നു പോകുന്ന, അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഭാരം നമുക്കുണ്ടോ? നമ്മൾ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വരുമ്പോ ഇല്ല, മീറ്റിങ്ങിന് കൂടി വരുമ്പോ ടോൺ മാറ്റി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ല. ആത്മഭാരം എന്ന് പറഞ്ഞ് പ്രവർത്തനം ഉണ്ടാകണം. പ്രവർത്തനം കൂടാത്ത വിശ്വാസം നിർജീവമാകുന്നു. Amen. If you are expecting a revival, let begin with you. ആ ഉണർവ് നിന്നിൽ ആരംഭിക്കട്ടെ, നിന്റെ കുടുംബത്തിൽ ആരംഭിക്കട്ടെ. എന്നോട് ആരും ദേഷ്യപ്പെടരുതേ. ആമേൻ. എന്നെ വിളിച്ച വിളി, ദൈവം എന്നെ അഭിഷേകം ചെയ്തത് മാറ്റമില്ലാത്ത വചനം ഉള്ളതുപോലെ വിളിച്ചു പറയാനാണ്. ഹല്ലേലൂയ. അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിച്ചാലും ക്ഷണിച്ചാലും വിളിച്ചില്ലെങ്കിലോ എനിക്ക് വിഷയമല്ല. ഞാൻ ഉള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം പുറത്തു വരണം. തൊണ്ടകീരി പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ പ്രസംഗ ശബ്ദം കേട്ടിച്ച് തലകുനിക്കിച്ച് സൂത്രത്തിൽ സ്വത്രം പറഞ്ഞിച്ച് പോകാനല്ല, അതിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകണം. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ചലഞ്ച് ഉണ്ടാകണം. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് എൻ്റെ ആയുസ് തീരുന്നതിന് മുൻപേ ദൈവത്തിന് മഹത്വമുള്ള വേല തികച്ചുകൊണ്ട് അവൻ്റെ പാദപീഠത്തിൽ പോകുമ്പോൾ വിശ്വസ്തനായ എൻ്റെ ദാസനെ എന്ന് പേർ വിളിക്കപ്പെടണം. ഇവിടെ നിന്ന് പോകുമ്പോ പണമോ പ്രതാപമോ ഒന്നും കൊണ്ടുപോകുകയില്ല. We don't want any name or fame. നമുക്കതിൻ്റെ ആവശ്യമല്ല. പക്ഷെ നീ ദൈവത്തെ മാനിച്ച് നോക്കേ, നീ മാനിച്ചു തുടങ്ങിക്കേ, ദൈവം നിന്നെ മാനിക്കും. നീ ദൈവത്തെ മാനിക്കുമ്പോൾ ദൈവം നിന്നെ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. കുറുംപ്രാവുകൾ, കൊക്കും, വീവൽ പക്ഷികൾ അതിൻ്റെ കാലങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ ജനം തിരിച്ചറിയുന്നില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്ക് അത് മിസ്സാകരുത്. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വന്നേ. വേഗത്ത്
Book of Ezekiel, chapter 12, verse 21. 21 മുതൽ ഒന്ന് വായിച്ചേ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും. മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും. ദർശനമൊക്കെയും ഓർക്കാതെ പോകും. ദർശനമൊക്കെയും എന്തോ ഒക്കാതെ പോകും. ഒക്കാതെ പോകും. എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത്? ഇതൊരു പഴഞ്ചൊല്ലായി പോയി. ഓ, ദർശനമൊക്കെ നടക്കത്തില്ലെന്നേ. ഓ, ഇതൊന്നും നടക്കത്തില്ലെന്നേ. ഈ ദൂതൊന്നും ഫലിക്കത്തില്ലെന്നേ. ഞങ്ങൾ ഇത്ര കേട്ടത് ഒരു പഴഞ്ചൊല്ല് പിശാച് പറഞ്ഞ് പരപ്പിച്ചു. ചിലതിന്റെ മൈൻഡിൽ കയറ്റി, ചില സോഷ്യൽ മീഡിയയിൽ കൂടി. ഐ എം സോറി ടു സേ, പ്ലീസ് അവോയ്ഡ് such a type of negative thinking. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർക്കും. നിങ്ങൾ കൂടെ നെഗറ്റീവ് കേൾക്കുമ്പോ ഓരോരുത്തനും ശരിയല്ല, ഓരോ ശുശ്രൂഷകനും ശരിയല്ല. ഇതെല്ലാം തട്ടിപ്പും വെട്ടിപ്പും കളിപ്പീര. ഇതാ പറഞ്ഞു പിടിപ്പിക്കുന്നേ. സ്വത്രം ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ ഇതാണ് പറഞ്ഞു പിടിപ്പിച്ചത്. Are you with me? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? വായിച്ചോ. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. ദൈവത്തിന്റെ സമയമാകുമ്പോ, ദൈവം പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുമ്പോ ഒരു പന്ന പിശാചിനും തടയാൻ പറ്റുകയില്ല. ഈ പഴഞ്ചൊല്ലിനെ ഞാൻ നിർത്തുമാറാക്കും. നിനക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, സഭയ്ക്ക് നേരെ, ആത്മീയ ശുശ്രൂഷയ്ക്ക് നേരെ പറഞ്ഞ് പരത്തിയ ചില പഴഞ്ചൊല്ലുകള്, പാഴുവാക്കുകള്, ശാപവാക്കുകള് ഇന്ന് രാത്രി നിന്റെ സമയം വരുമ്പോ, ദൈവത്തിന്റെ സമയം വരുമ്പോ അതിന് ദൈവം അത് നിർത്തുമാറാക്കും. Come on, somebody shout hallelujah. നിന്റെ തലമുറയ്ക്ക് നേരെ പറഞ്ഞ വാക്കുകൾ, ശാപത്തിന്റെ വാക്കുകൾ, ഒരു നാളും ഗുണം പിടിക്കുകയില്ല എന്ന് പറഞ്ഞ വാക്കുകൾ, നിന്റെ കുടുംബം ഗുണം പിടിക്കുകയില്ല എന്ന് പറഞ്ഞ ശാപത്തിന്റെ വാക്കുകള് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് അഭിഷേകത്തോടെ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. Come on, somebody lift up your voice and cancel that curse. ചില പഴഞ്ചൊല്ലുകള് അത് കേട്ട് വിശ്വസിച്ചിരിക്കുന്ന, അല്ലല്ല പോസ്റ്റ് പ്രവചിക്കുന്ന, പോസ്റ്റ് പ്രചരിപ്പിക്കുന്ന വ്യക്തികൾ, അല്ല അതിന്റെ പിശാചിന്റെ ഏജന്റുകള് ഇന്നത്തെ കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോ അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനം ദൈവ പ്രവർത്തനത്തെ തടയാൻ നോക്കുമ്പോ യേശുവിന്റെ നാമത്തില് ഞാൻ വിളിച്ചു പറയട്ടെ, ഏത് പന്ന പിശാചും അവന്റെ ഏജന്റ് എന്ത് ശ്രമിച്ചാലും ദൈവ പ്രവർത്തനം നിർത്താൻ പറ്റുകയില്ല. ദൈവം നിന്റെ കുടുംബത്തെ കണ്ടതാണെങ്കിൽ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണെങ്കിൽ, ദൈവം നിന്നെ അഭിഷേകം ചെയ്തതാണെങ്കിൽ, ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂത് പറഞ്ഞതാണെങ്കിൽ അത് നിവർത്തിക്കപ്പെടുന്നവരെ തമ്പുരാൻ മിണ്ടാതിരിക്കുകയില്ല. Your appointed time has come now. അപ്പാഴ് വാക്കുകളെ ഞാൻ നിർത്തുമാറാക്കും. വായിച്ചോ. അവർ ഇസ്രായേലിൽ ഇനി അതൊരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല. കാലവും സകല ദർശനത്തിന്റെ നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന്. കാലവും സകല ദർശനത്തിന്റെ നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്കുക. അതാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നേ. ഇന്ന് രാത്രി ഞാൻ അതാ ചെയ്തോണ്ടിരിക്കുന്നേ. Don't give a chance to Satan. പിശാചിന് അവസരം കൊടുക്കണ്ട. നിന്റെ വിടുതലിന്റെ സമയമായി എന്ന് നിന്റെ വാ തുറന്ന് പറ. എനിക്ക് ബൈബിളില് നിങ്ങൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഹന്ന ദേവാലയത്തിൽ പ്രാർത്ഥിച്ച, she was, ഭർത്താവ് മരിച്ച് 7 വർഷം, കുടുംബജീവിതം 7 വർഷം അവൾ ജീവിച്ചു. അതിനുശേഷം 84 വർഷം അവൾ ആലയത്തിൽ മശിയയ്ക്ക് വേണ്ടി കാത്തിരുന്നു. മൈ ഗോഡ്,
വാട്ട് എ വെയിറ്റിംഗ് പീരീഡ്. ഇവിടെ 84 ദിവസം പോട്ട്, 84 വർഷം പോട്ട്, 84 നിമിഷം നിൽക്കത്തില്ലല്ലോ, വെയിറ്റ് ചെയ്യത്തില്ലല്ലോ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ ദർശനം നിവർത്തിയാകാൻ, നിന്റെ ശുശ്രൂഷ പുറത്തു വരാൻ, നിന്റെ അഭിഷേകം പുറത്തു വരാൻ, നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാൻ അതിൻ്റെ സമയം അടുത്ത് വന്നിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ചാടി എഴുന്നേറ്റോട്ടെ, ചാടി എഴുന്നേറ്റോട്ടെ. I just gave my introduction of my message. എൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ കൊടുത്തത് ഈ മെസ്സേജിൻ്റെ. I can go on. എഴുന്നേറ്റ് നിന്നോട്ടെ. പ്രാർത്ഥിക്കാൻ പോകുന്നു. എൻ്റെ വിടുതലിൻ്റെ സമയമായി എന്ന് തിരിച്ചറിയുന്നവ, എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് പറയുന്നവർ, നിങ്ങൾ മുൻപോട്ട് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനു മുൻപ് ഒരു കാര്യം ചെയ്യണം. ഈ സമയം അടുത്താകുമ്പോൾ ദൈവം കണക്ട് ചെയ്യേണ്ടവരെ കണക്ട് ചെയ്യും. റോങ് കണക്ഷൻ നിനക്ക് നഷ്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയ ദ റൈറ്റ് കണക്ഷൻ നിന്റെ ശുശ്രൂഷയുടെ ഉയർച്ചയിൽ കൊണ്ടുപോയി നിർത്തും. നീ ആരെ കണക്ട് ചെയ്യുന്നത്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മറിയയും എലിസബത്തും ഒരുമിച്ച് വരുമ്പോൾ അവർ ഒരു സ്വത്രം പറഞ്ഞാൽ മതി, വയറ്റിലുള്ള പിള്ളത്തുള്ളും. ഇന്ന് രാത്രി ഫൈൻഡ് എ ഗുഡ് പാർട്ട്ണർ. ഇണയില്ല പിണ ചേരരുത്. ദൈവഹിതമില്ലാത്തതിന് കൈകോർക്കരുത്. ദൈവഹിതമില്ലാത്തതിന് കമന്റ്സ് ചെയ്യരുത്. ഒന്നും നോക്കത്തില്ല. ചിലരൊക്കെ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യും. Don't do that. That will bring you down. That will bring you shame. ഇന്ന് രാത്രി യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുമോ? വാതുറന്ന് പ്രാർത്ഥിച്ചേ. ലിഫ്റ്റ് ഓഫ് യുവർ വോയിസ്. ഇടത്തോട്ടോ വലത്തോട്ടോ ഉള്ളവരെ ഒന്ന് മറന്നിട്ട് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക്. ചില വാർത്തകൾ കേട്ടു, ചില ന്യൂസുകൾ കേട്ടു. ദൈവവചനം പറഞ്ഞു, ഈ ആണ്ടിൽ ഒരു വാർത്ത, അടുത്ത ആണ്ടില് വേറൊരു വാർത്ത. ഇത് കേൾക്കുമ്പോൾ നിന്റെ ഉള്ളം പതറിപ്പോകരുത്, നിന്റെ ഉള്ളം കലങ്ങിപ്പോകരുത്. നീ ധൈര്യപ്പെടണം, ധൈര്യപ്പെടണം. യുദ്ധത്തിന്റെ വാർത്ത നീ കേൾക്കും, ഭൂകമ്പത്തിന്റെ വാർത്ത നീ കേൾക്കും, ക്ഷാമത്തിന്റെ വാർത്ത കേൾക്കും, നാശത്തിന്റെ വാർത്ത കേൾക്കും. നിന്റെ ഉള്ളം കലങ്ങിപ്പോകരുത്. ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അപ്പോയിന്റഡ് ടൈമിലേക്ക് കയറി വരിക. The fullness of time. കാലത്തിന്റെ സമ്പൂർണതയിൽ വരാനുള്ളവൻ വന്നു. Not before the time, not after the time. In his own time. കാലം സമ്പൂർണമാകുമ്പോൾ, നിന്റെ വിടുതലിന്റെ കാലം സമ്പൂർണമായി. നിനക്കിനി കാത്തിരിക്കേണ്ടതല്ല. നീ കാത്തിരുന്ന കാലം കഴിഞ്ഞ, ഇനി നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ വിടുതൽ നിന്റെ മുൻപിൽ വന്ന് നിൽക്കും, മറുപടി വന്നിരിക്കും. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ. പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവർ മുൻപോട്ട് വന്നേ. പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവർ മുൻപോട്ട് വന്നേ. വരുമ്പോ കം വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ദൈവത്തിന്റെ ശബ്ദത്തിന് വിധേയപ്പെടുന്നവർ മാത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ദൂത് ഞാൻ വിളിച്ചു പറഞ്ഞു. ചെവി ഉള്ളവൻ കേൾക്കട്ടെ, അനുസരിക്കുന്നവരനുസരിക്കട്ടെ. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ. ഇന്ന് രാത്രി നിന്റെ കൈരോസിന്റെ മൂവ്മെന്റ് ആണ്. Come on, lift up your voice and pray. നിങ്ങൾ ഏത് വിഷയത്തിനാണ് അവിടെ കടന്നു വന്നിരിക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം നിങ്ങളെ തൊടട്ടെ. എൻ്റെ കരം മാനുഷിക കരമാണെങ്കിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി നിങ്ങളെ തൊടണം.